ഈ ഒരു രീതിയിൽ ചക്ക ചിപ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ മാസങ്ങളോളം ഇതേ ക്രിസ്പിനെസ്സിൽ തന്നെ ഇരിക്കും. ഏത് വെള്ളം കയറിയ ചക്കയാവട്ടെ നമുക്ക് ഇതുപോലെ ക്രിസ്പി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഇതുപോലെ നിങ്ങൾ ചക്ക പൊരിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഏത് വെള്ളം കയറിയ ചക്കയും ക്രിസ്പി ആക്കാനുള്ള ഒരു സൂത്രം ഉണ്ട് കേട്ടോ. അതെന്താന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇതുണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ആദ്യം തന്നെ ഞാൻ കുറച്ച് ചക്കച്ചുള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കണം. ചക്കച്ചുള എടുക്കുന്ന സമയത്ത് അത്യാവശ്യം കട്ടി കുറഞ്ഞ ചക്ക എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയി കിട്ടും. എന്നിട്ട് അതിന്റെ അറ്റത്തുള്ള കട്ടിയുള്ള ഭാഗം നമുക്ക് അരിഞ്ഞെടുക്കാം. അത് വേണ്ട കേട്ടോ, പൊരിക്കുന്ന സമയത്ത് എല്ലാം ഒരേ കനത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ആ കട്ടിയുള്ള ഭാഗം അരിയുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് നമ്മൾ വറുക്കുന്ന സമയത്ത് ക്രിസ്പി ആയി കിട്ടാൻ കുറച്ച് പാടാണ്. ആ കട്ടിയുള്ള ഭാഗം കളയണമെന്നില്ല, നമുക്ക് ഉപ്പേരിയൊക്കെ വെക്കാട്ടോ അതിന്. അതുകൊണ്ട് നമുക്ക് കടുകൊക്കെ വറവിട്ടിട്ടുള്ള ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാം. അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് ഒരേ കനത്തിൽ നമുക്ക് എല്ലാം അരിഞ്ഞെടുക്കാം കേട്ടോ. പരമാവധി കട്ടി കുറഞ്ഞിട്ട് തന്നെ അരിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മൾ ചക്ക മുഴുവനായിട്ടും ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒരു ഒട്ടുമിക്ക എല്ലാ ചക്കകളിലും വെള്ളം കയറിയിട്ടുണ്ടാവൂലേ, അല്ലാതെ നമുക്ക് കിട്ടാൻ പ്രയാസമാണ്. അപ്പൊ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ പരട്ടിയിട്ട് അവിടെ വെക്കാം കേട്ടോ. ഒരു അരമണിക്കൂർ വരെ അങ്ങനെ വെച്ചാൽ അതിലുള്ള വെള്ളത്തിന്റെ അംശമല്ലേ, ആ ഈർപ്പം മുഴുവനും പുറത്തേക്ക് വരും. ഒരു വിയർക്കുന്ന രൂപത്തിലായിട്ട് ആ വെള്ളം പുറത്തേക്ക് വരും. അത് കളഞ്ഞെടുത്തിട്ട് വേണം നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ട്. ഇനി അല്ലാത്ത സമയത്താണ് നമ്മൾ ചക്ക ചിപ്സ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. ഓൾറെഡി വേറൊരു രീതിയുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഒരു അരമണിക്കൂർ ആയപ്പോൾ ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. കണ്ടില്ല, ഇതിന്റെ മുകളിലുള്ള വെള്ളത്തിന്റെ ഈർപ്പം പുറത്തേക്കായി വന്നിട്ടുണ്ട്. ശരിക്കും ഇത് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ, വലിയ വെള്ളം കയറിയിട്ടില്ലായിരുന്നു ഈ ചക്കയിൽ. ചില ചക്കയിലൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് നനവുണ്ടാവും. ഇത് വലിയ കുഴപ്പമില്ല, നല്ല ചക്കയായിരുന്നു കേട്ടോ അത്യാവശ്യം. ഇനി നമ്മളിത് ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ടന്റെ തുണിയിലേക്ക് ആ ചക്ക ചെരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിന്റെ മുന്നേ ചെയ്യുന്നൊരു കോട്ടൺ തുണിയാണ് കേട്ടോ. അതുകൊണ്ട് അതിൽ ആ മഞ്ഞ കളർ കണ്ടില്ലേ, അത് ഞാൻ ഇതിനായിട്ട് എടുക്കുന്നതാണ്. ഞാൻ 1-2 തവണ ഇതുപോലെ ചക്ക ചിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമായിട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പൊ അതിലുള്ള വെള്ളം ഉണ്ടെങ്കിൽ ഇതുപോലെ പുറത്തേക്ക് വന്നോളും. ആ വെള്ളത്തിന്റെ അംശം നമുക്ക് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞത് അത്യാവശ്യം വെള്ളം കയറാത്ത ചക്ക ആയിരുന്നു. അതുകൊണ്ട് അധികം ഒന്നും അങ്ങനെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടില്ല, കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളേ. എന്നിട്ട് അതിനുശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ചെരിഞ്ഞിട്ട് ആ കോട്ടൺ തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ കുറച്ചൊരു പണിയുള്ളൂ. ബാക്കിയെല്ലാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ വെള്ളം കയറിയത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇത് ചെയ്തത്. അങ്ങനെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയില്ലേ, പത്തിരിക്കൊക്കെ എടുക്കുന്ന, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇനി അധികം സമയം വെക്കൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ നല്ലൊരു പാത്രം വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ചൂട് കട്ടിയുള്ള പാത്രമാണ് കേട്ടോ ചക്കപ്പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത്. എന്നിട്ട് അതിലേക്ക് കുറച്ചധികം തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിൽ നന്നായിട്ട് മുങ്ങണം കേട്ടോ നമ്മൾ ഇടുന്ന സമയത്ത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നന്നായിട്ട് വിറകെടുത്തിട്ട് കത്തിച്ചാൽ മതിയെ. നല്ല തീ കത്തണം, എന്നാലേ ഇത് പൊരിഞ്ഞ് കിട്ടുള്ളൂ. എന്നിട്ട് കുറേശ്ശെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആകപ്പാട് കുത്തി നിറച്ചിടാൻ പാടില്ല. കുറേശ്ശെ ചക്ക അതിലേക്ക് വാരി വിതറി കൊടുക്കുക. എന്നിട്ട് ഒരു 80% വറവാവുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. ഇനി ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി കലക്കി വെച്ച വെള്ളം ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കോരാനാവുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ ഉപ്പിട്ടതാണ്, എന്നാലും ആ പിഴിഞ്ഞ് കളയുന്ന സമയത്ത് കുറച്ച് ഉപ്പങ്ങ് പോവല്ലോ. ഇത് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ചെയ്യണ്ട കേട്ടോ. 1-2 തവണ ആക്കിയാൽ മതി. പിന്നെ ആ വെളിച്ചെണ്ണയിൽ ഉണ്ടാവും ഉപ്പ്. അങ്ങനെ ഒരു 80% വറവാകുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരൊറ്റ സ്റ്റെപ്പും കൂടെ ചെയ്യാനുണ്ട്. പലരും പറയാറുണ്ടല്ലോ, നമ്മൾ പൊരിക്കുന്ന സമയത്ത് അത് നല്ല ക്രിസ്പി ആയി വരും, പിന്നെ അത് കൊഴിഞ്ഞു പോകുന്നു. അപ്പൊ ആ ഒരു പ്രശ്നം കൂടെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചു തരുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒരു 1/4 വറവായ സമയത്ത് ചക്ക ചിപ്സ് മുഴുവനായിട്ട് കോരി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇനി അതേ ചക്ക ചിപ്സ് നമ്മൾ വറുത്ത് വെച്ചത് ആ ചൂടായ എണ്ണയിലേക്ക് ഒറ്റ തവണ കൂടി ഇട്ട് കോരിയെടുക്കുക. പിന്നെ അത് തണുത്തു പോയില്ല കേട്ടോ. നല്ലൊരു എയർ ടൈറ്റ് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാസങ്ങളോളം അതുപോലെ ക്രിസ്പി ആയിട്ടിരിക്കും. ചക്ക സീസണൊക്കെ കഴിയാനായല്ലോ. ഇനിയിപ്പം നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ചക്ക ഇല്ലാത്ത കാലത്തും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. കുട്ടികൾക്കും എല്ലാവർക്കും ഇത് നല്ല ഇഷ്ടമാവും. ചായന്റെ കൂടെ ഒക്കെ ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണല്ലോ. അപ്പൊ എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലതാ, അടിപൊളി ചക്ക ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ സൗണ്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഇതിങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഉള്ളത്.
ഞാൻ ഓൾറെഡി 2-3 തവണ ചക്ക ചിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് കുപ്പിയിൽ. ഞാൻ അങ്ങനെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ചക്കയൊക്കെ കഴിയുന്ന സമയത്തായാലും നമുക്കിത് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.